ഹായ് ഫ്രണ്ട്സ്, അസ്സലാമു അലൈക്കും. വെൽക്കം ബാക്ക് ടു മിസ്രിയ ഫാമിലി വ്ലോഗ്. ഇന്ന് ഞാനിവിടെ പഴം കൊണ്ട് നമുക്ക് വളരെ പെട്ടെന്ന് റെഡിയാക്കാൻ പറ്റിയ നല്ലൊരു ടേസ്റ്റുള്ള ബനാന ബോൾസിൻ്റെ റെസിപ്പി ആയിട്ടാണ് വന്നിരിക്കുന്നത്. നമുക്കിതിനെ പഴം ലഡു, ബനാന ബോൾസ് എന്ത് വേണമെങ്കിലും പറയാം. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോവാം. അപ്പോൾ ഞാനിതിനായി കുറച്ച് പഴം എടുത്തിട്ടുണ്ട്. നമ്മുടെ വീട്ടിൽ പഴം എപ്പോഴും സ്റ്റോക്ക് ഉണ്ടാവുമല്ലോ. ഏത് പഴമാണെങ്കിലും കുഴപ്പമില്ല. നേന്ത്രപ്പഴമോ അതുപോലെ റോബസ്റ്റ്, അങ്ങനെ ഏത് പഴമാണെങ്കിലും കുഴപ്പമില്ല. ഇവിടെ ഞാൻ ചെറുപഴമാണ് എടുത്തിരിക്കുന്നത്. ഇനി നമുക്കിത് തൊലിയൊക്കെ കളഞ്ഞിട്ട് നമുക്ക് നല്ലപോലെ കൈകൊണ്ടൊന്ന് ഉടച്ചെടുക്കാം. അപ്പോൾ ഞാനിവിടെ നല്ലപോലെ ഉടച്ചെടുത്തിട്ടുണ്ട്. അപ്പോൾ നമ്മൾ നല്ലപോലെ ഇതൊന്ന് ഉടച്ചെടുത്തിട്ടുണ്ട്. ഇത് നമുക്കൊരു പാൻ അടുപ്പിൽ വയ്ക്കാം. പാൻ ചൂടായി വരുമ്പോൾ അതിലേക്ക് നമുക്ക് 2 ടേബിൾ സ്പൂൺ നെയ്യ് ഒഴിച്ചു കൊടുക്കാം. ഇപ്പോൾ നമ്മുടെ നെയ്യൊക്കെ ഒന്ന് ചൂടായി വന്നിട്ടുണ്ട്. ഈ സമയം നമുക്ക് ഇതിലേക്ക് കുറച്ച് അണ്ടിപ്പരിപ്പും കുറച്ച് ഉണക്കമുന്തിരിയും ഇട്ട് കൊടുക്കാം. ഇത് നമുക്ക് നല്ലപോലെ ഒന്ന് റോസ്റ്റ് ചെയ്യാം. അപ്പോൾ നമ്മുടെ അണ്ടിപ്പരിപ്പ് മുന്തിരിയൊക്കെ നല്ലപോലെ റോസ്റ്റായി വന്നിട്ടുണ്ട്. ഈ സമയം നമുക്ക് ഇതിലേക്ക് നമ്മുടെ പഴം നമ്മൾ ഉടച്ച് വെച്ചിട്ടുണ്ടായിരുന്നല്ലോ, അത് നമുക്ക് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇനി ഇത് നമുക്ക് നല്ലപോലെ ഒന്ന് ഫ്രൈ ചെയ്തെടുക്കണം. ഇപ്പോൾ നമ്മുടെ പഴം നല്ലപോലെ ഫ്രൈ ആയി വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് ഒരു 3 ടേബിൾ സ്പൂൺ തേങ്ങ ചിരവിയത് ചേർത്ത് കൊടുക്കാം. അപ്പോൾ നമ്മൾ എടുക്കുന്ന പഴത്തിനനുസരിച്ച് വേണം നമ്മൾ ഓരോ അളവും എടുക്കാൻ. നല്ലപോലെ ഒന്ന് മിക്സാക്കി എടുക്കാം. ചില പഴം നല്ല മധുരം ഉണ്ടാവില്ല, അപ്പോൾ നമുക്ക് കുറച്ച് പഞ്ചസാര ചേർത്ത് കൊടുക്കാം. ചില പഴം നല്ല മധുരം ഉണ്ടാവും. അപ്പോൾ ഞാനിവിടെ ഒരു 2 ടേബിൾ സ്പൂൺ പഞ്ചസാര ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ മധുരം ഇഷ്ടമുള്ളവർക്ക് പഞ്ചസാര ചേർത്ത് കൊടുക്കാം. അപ്പോൾ നമ്മുടെ മിക്സൊക്കെ നമ്മൾ പഞ്ചസാര ചേർത്തത് കൊണ്ട് കുറച്ച് നേരം കൂടെ നമ്മളതൊന്ന് മിക്സ് ആക്കിയിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ മിക്സ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്കിതൊരു പാത്രത്തിലേക്ക് മാറ്റാം. അപ്പോൾ ഞാനിത് ഒരു ബൗളിലേക്ക് മാറ്റിയിട്ടുണ്ട്. ഇനി നമ്മളിതിലേക്ക് ചേർക്കാൻ പോകുന്നത് അരിപ്പൊടിയാണ്. ഞാനിവിടെ വറുത്ത അരിപ്പൊടിയാണ് എടുക്കുന്നത്. അപ്പോൾ നമുക്കിതൊരു 3 ടേബിൾ സ്പൂൺ എടുത്തിട്ട് ഞാനിവിടെ ആദ്യം ഒന്ന് കുഴച്ച് നോക്കുന്നുണ്ട്. ഇത് നല്ല ഹെൽത്തി ആയ റെസിപ്പിയാണ്. നമ്മളിവിടെ അരിപ്പൊടിയാണ് ചേർക്കുന്നത്. ഇനി നമുക്കിത് കൈകൊണ്ട് നല്ലപോലെ ഒന്ന് കുഴച്ചെടുക്കാം. അപ്പോൾ ഇത് നല്ല ചൂടുണ്ട്, അപ്പോൾ ഞാനിതൊന്ന് കുഴച്ചെടുക്കട്ടെ. അപ്പോൾ ഞാനിത് നല്ലപോലെ ഒന്ന് കുഴച്ചെടുത്തിട്ടുണ്ട്. മാവ് നമുക്ക് വീണ്ടും വേണമെങ്കിൽ അതുപോലെ ചേർത്ത് കൊടുക്കണം. അപ്പോൾ ഞാനിവിടെ എടുത്ത മാവ് എനിക്ക് കറക്റ്റായിരുന്നു. ഇതുപോലെ നമുക്കത് ബോൾസാക്കി എടുക്കാൻ പറ്റുന്ന പരുവത്തിലാവണം. അപ്പോൾ അതിനനുസരിച്ച് നമ്മൾ മാവൊക്കെ ചേർത്തിട്ട് നല്ലപോലെ നമ്മളൊന്ന് കുഴച്ചെടുക്കണം. ഇനി നമുക്കിത് ചെറിയ ബോൾസ് ആക്കണം. നമ്മളിതുപോലെ കൈകൊണ്ട് എടുത്തിട്ട് നല്ല റൗണ്ടിൽ നമ്മളിതൊരു ഷേപ്പ് ആക്കണം. അതിനുവേണ്ടി നമുക്ക് കയ്യിലേക്ക് കുറച്ച് നെയ്യോ അല്ലെങ്കിൽ നമുക്ക് കുറച്ച് ഓയിലോ ചേർത്ത് കൊടുക്കാം. ഇനി നമുക്കിത് ചെറിയ ചെറിയ ബോൾസ് ആക്കി എടുക്കാം. നിങ്ങൾക്ക് ഇഷ്ടമുള്ള വലിപ്പം എടുക്കാം. ഞാനിവിടെ കുറച്ച് ചെറുതായിട്ടാണ് എടുത്തിരിക്കുന്നത്. കുട്ടികൾക്കൊക്കെ കഴിക്കാൻ നല്ല ഇഷ്ടമാവും. അപ്പോൾ അവർക്ക് ലഡു പറഞ്ഞ് കൊടുത്തു വെച്ചാൽ അവർക്ക് ഭയങ്കര ഇഷ്ടമാകും. അപ്പോൾ അതുകൊണ്ട് ഞാനതിനെ പഴം ലഡു പറഞ്ഞത്. അങ്ങനെ ഞാൻ എല്ലാ ബോൾസും ഇതുപോലെ ആക്കിയിട്ടുണ്ട്. ഇനി നമ്മളിത് എണ്ണയിലിട്ട് പൊരിക്കുകയൊന്നുമല്ല ചെയ്യുന്നത്. ഞാൻ പറഞ്ഞല്ലോ ഹെൽത്തി ആണെന്ന്. അപ്പോൾ ഞാനത് ആവിയിൽ വെച്ചിട്ടാണ് വേവിക്കുന്നത്. അപ്പോൾ ആവിയിൽ വേവിച്ചെടുത്ത ഒരു പഴം ലഡുവാണ് നമ്മുടെ. ഇതിനായി ഞാനിവിടെ വെള്ളം വെച്ചിട്ട് അതിൻ്റെ മേലെ നമ്മളിതുപോലെ സ്റ്റീമറിലാണ് ഞാനിവിടെ വേവിച്ചെടുക്കാൻ പോകുന്നത്. നിങ്ങൾക്ക് വേണമെങ്കിൽ ഇഡലിച്ചട്ടിയിലും വേവിച്ചെടുക്കാം. അപ്പോൾ ഞാൻ അതിനായി കുറച്ച് ഓയിലൊക്കെ തേച്ച് കൊടുത്തിട്ടുണ്ട്. ഓയിലോ നെയ്യോ എന്ത് വേണമെങ്കിലും തേച്ച് കൊടുക്കാം.
എപ്പോഴും നമ്മൾ ഇതുപോലെ ആവി വയ്ക്കുമ്പോൾ ഇതുപോലെ ആവി വരുന്ന സമയം മാത്രമേ നമ്മൾ അതിലേക്ക് വെച്ച് കൊടുക്കാൻ പറ്റുള്ളൂ. അപ്പോൾ നല്ല ആവിയൊക്കെ വന്നിട്ടുണ്ട്. അപ്പോൾ ഞാനിവിടെ ഓരോ ബോൾസായി വെച്ച് കൊടുക്കുന്നുണ്ട്. ഇനി നമുക്കിത് ഒന്ന് ആവി വരുന്നവരെ നമുക്കൊന്ന് വെയിറ്റ് ചെയ്യണം. കാരണം ഇതിലുള്ളതെല്ലാം വെന്തതാണല്ലോ. അരിപ്പൊടിയും പഴമെല്ലാം നമ്മൾ വേവിച്ചെടുത്തതാണ്. അതുകൊണ്ട് നമുക്കിതൊന്ന് ഒരു 15 മിനിറ്റ് നമുക്കൊന്ന് കുക്ക് ചെയ്യാം. 15-20 മിനിറ്റ് നമുക്കൊന്ന് വെക്കാം. അപ്പോൾ അതാ നമ്മുടെ പഴം ലഡ്ഡു അഥവാ നമ്മുടെ ആവിയിൽ വേവിച്ചെടുത്ത ബനാന ബോൾസ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. നല്ല ഹെൽത്തി ആയ ഒരു റെസിപ്പിയാണ്, എല്ലാവർക്കും ഇഷ്ടമാവും. ഇനി നമുക്കിത് കുറച്ചും കൂടെ ഡെക്കറേഷൻ ചെയ്യാനും കുറച്ച് ടേസ്റ്റിനും വേണ്ടിയിട്ട് ഞാൻ ഇതുപോലെ തേങ്ങ നമ്മൾ ചിലവിത് ബാക്കിയുണ്ടല്ലോ അതിലേക്ക് ആക്കിയിട്ട് ഞാനിതുപോലെ റൗണ്ട് ചെയ്തെടുക്കുന്നുണ്ട്, സ്പ്രെഡ് ചെയ്യുന്നുണ്ട്. അങ്ങനെ എല്ലാ ബോൾസും നമുക്ക് ഇതുപോലെ ചെയ്തെടുക്കാം. അപ്പോൾ ഈ തേങ്ങ കഴിക്കുമ്പോൾ നല്ല ടേസ്റ്റും ഉണ്ട്, കുട്ടികൾക്കെല്ലാം നല്ല ഇഷ്ടമാവും. വളരെ പെട്ടെന്ന് നമുക്കിത് റെഡിയാക്കിയെടുക്കാം. എല്ലാവരും ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. നിങ്ങൾക്ക് എല്ലാവർക്കും എൻ്റെ ഈ വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത്. ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം. തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ കൂടെ ഒന്ന് എനേബിൾ ചെയ്യണം. ഇത്ര നേരം എൻ്റെ വീഡിയോ കണ്ട എൻ്റെ എല്ലാ കൂട്ടുകാർക്കും ഒരുപാട് നന്ദി. വീണ്ടും പുതിയ വീഡിയോസായിട്ട് വരുന്നതായിരിക്കും. ബൈ ഫ്രണ്ട്സ്, താങ്ക് യു.